തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് ഞാൻ അമ്മയിലേക്ക് മകൾ ജെസ്സി. എൻ്റെ മകളുടെ പ്രാർത്ഥന ജീവിതം എനിക്ക് വളരെ മാതൃക കാട്ടിത്തന്നത്. ഏത് പ്രയാസമോ പ്രശ്നമോ വന്നാലും ദൈവസഭയിൽ ആവകരിക്കാതെ പ്രാർത്ഥിക്കും. എനിക്ക് ഈ ദിവസം വരുവാൻ വിസ ലഭിച്ച ഞാനിവിടേക്ക് വരുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മകൻ നിനക്ക് വരുവാൻ മറ്റൊന്നുമില്ല, ഈ ഒരു ബൈബിൾ മാത്രമേ ഉള്ളൂ, ഈ ബൈബിൾ പ്രകാരം വേണം നീ എവിടെ ആയിരിക്കുമ്പോൾ ജീവിക്കും. പ്രാർത്ഥിച്ച് എങ്ങനെ കൂടെ ജീവിക്കുമോ അതുകൊണ്ട് വേറെ ജീവിക്കുക. ഇനി അങ്ങോട്ട് നിൽക്കുമ്പോൾ പ്രിയമായ ഏർപ്പാടിൽ ദുഃഖമുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ എന്നെ സമാധാനിപ്പിക്കുന്നതും എൻ്റെ ചാച്ചൻ്റെ അവസാന നിമിഷങ്ങൾ വളരെ കഷ്ടതയോടെ വേണ്ട കെയർ കിട്ടാതെ ആണ് കടന്നുപോയത്. എന്നാൽ എൻ്റെ അമ്മ 3.5 വർഷക്കാലം സ്വർഗതുല്യമായ ഒരു ജീവിതം നയിക്കാൻ സഹായിച്ചു. അമ്മയെങ്കിൽ നാട്ടിൽ പോയി കൊണ്ടുവരുവാനും കഴിഞ്ഞ 3 വർഷക്കാലം ഞങ്ങൾക്ക് എല്ലാവർക്കും ശുശ്രൂഷിപ്പാനും സ്നേഹിപ്പാനും അമ്മയുടെ സ്നേഹം അനുഭവിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യം ദൈവം സഹായിച്ചു. ഈ തരത്തിൽ നാം ദൈവത്തെ സ്തുതിക്കുന്നു, അർപ്പിക്കുന്നു. ഈ ലോക ജീവിതം അത് വേഗം കടന്നു പോകും. എന്നാൽ നമുക്ക് പ്രത്യാശയുള്ളത് അമ്മ ചന്ദ്രചാച്ചനെയും അമ്മയും കണ്ട് സന്തോഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ദൈവമേ കർത്താവ് ഏവരെ അനുഗ്രഹിക്കട്ടെ. സ്വാഗതം ചെയ്യുന്നു. 8 മക്കളിൽ 6ാമത്തെ മകൾ ഓമനയാണ്. ഞാൻ ഡാളസിൽ നിന്ന് അവിടെ അമ്മച്ചിയുടെ വിവരം അറിഞ്ഞു കടന്നു വരുവാനിടയായി. ഈ 2 ദിവസങ്ങളിലായി അനേക കാര്യങ്ങൾ അമ്മച്ചിയെക്കുറിച്ച് എല്ലാവരും പറയുകയും നിങ്ങൾ അറിയുകയും ചെയ്തു. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ദുഃഖമുള്ളവരാണെന്നറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വേദന ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ല. കർത്താവ് ഞങ്ങൾക്ക് ലോകപ്രകാരം എങ്ങനെ ഒരു മാതാവിൽ നിന്ന് സ്നേഹം ലഭിക്കാമോ അതിൻ്റെ 100% അനുഭവിപ്പാൻ മക്കളായി ഞങ്ങൾക്ക് ദൈവം ഭാഗ്യം തന്നു. ഒരു ഭാഗ്യപദവിയാണ് അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെടുവാൻ, അവ അച്ചടക്കത്തിലും അനുസരണയിലും ദൈവവചനപ്രകാരം ജീവിപ്പാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. പെന്തക്കോസ്തിൽ വന്നപ്പോൾ 5 പെൺപിള്ളാരെ ആര് വിവാഹം കഴിക്കുമെന്ന് പലരും പറഞ്ഞ് എൻ്റെ പിതാവിനെ പരിഹസിച്ചപ്പോൾ ഒരു വിവാഹവും അങ്ങോട്ട് തേടി പോകാതെ 5 പേരുടെയും വിവാഹം ഇങ്ങോട്ട് ഞങ്ങളെ തേടി വന്ന് വിവാഹം നടക്കുവാൻ ദൈവം അവസരം തന്നു. അങ്ങനെ എല്ലാ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം ഞങ്ങളെ ഇത്രത്തോളം സമാധാനത്തോടെ കാത്തു സൂക്ഷിച്ചതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ദുഃഖത്തിൽ ആശ്വസിപ്പിച്ച് എല്ലാവരോടും ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയെ അപേക്ഷിക്കുന്നു. അതേ നിത്യതയിൽ എൻ്റെ പിതാവിനോടൊപ്പം കർത്താവിൻ്റെ മുഖം കണ്ട് എൻ്റെ മാതാവ് സന്തോഷിക്കുന്നു എന്നുള്ള പൂർണ്ണ നിശ്ചയം ഞങ്ങൾക്കുണ്ട്. പാട്ടുകാരൻ പറയുന്നത് പോലെ അക്കരെ നാടെത്തിയ വിശുദ്ധ ഗീതക്കാർ, വിശുദ്ധ സംഘക്കാർ അതേ നോക്കി പാർക്കുന്നുണ്ട് നമ്മളും അങ്ങ് ചേരുവാൻ. ആകയാൽ ആ സുദിനം കാത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സമയത്തോട് നിൽക്കുവാൻ പ്രാപ്തരാക്കിയതിനോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ അതാത് പ്രാർത്ഥിക്കുമ്പോഴേക്കും നിങ്ങളെ അനുസരണമുള്ളവരായി വളർത്തണം. ദൈവത്തിന് വേണ്ടി പ്രവർത്തനമുള്ളവരായി തീരുന്നതിന് വേണ്ടി നിങ്ങളെപ്പോഴും വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുള്ളവരാക്കി ഞങ്ങളെ വളർത്തി അമ്മയിൽ നിന്ന് അനേക നല്ല കാര്യങ്ങൾ പഠിപ്പാൻ
എന്നാൽ ഇനി എനിക്ക് അമ്മയെ കാണുവാൻ പറ്റുകയില്ലല്ലോ. പുലരിയിലെ ഞങ്ങളുടെ മാതാപിതാക്കളെ കാണാൻ പ്രത്യാശയോടെ ഞാനിവിടെ ഞാൻ അമ്മച്ചിയുടെ മൂത്ത വരുമാനമാണ്. കഴിഞ്ഞ 38 വർഷക്കാലം പ്രിയാമ്മച്ചിയുമായി ഇളയപ്പഴുവാൻ കർത്താവ് സഹായിച്ചു. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രത്യേകത അമ്മച്ചിയിൽ നിന്ന് കാണുവാൻ സാധിച്ചു. എപ്പോഴവിടെ ചെന്നാലും എത്ര ഗ്ലാസ് പാൽ കുടിപ്പിക്കണം, എത്ര മുട്ട കഴിപ്പിക്കണം, അമ്മച്ചിയുടെ ഒരു എങ്ങനെയാലും മക്കൾ മോനെ എന്നല്ലാതെ ഒരു പേർക്കും വിളിച്ചിട്ടില്ല. എനിക്ക് പറയാൻ സാധിക്കും, അമ്മച്ചി തന്നെയാണ് കൂടുതൽ മരുമകൾ സേവിച്ചിട്ടുള്ളത്. മറ്റു മരുമക്കൾ സെയിം തിങ് തന്നെ പറയാൻ സാധിക്കും. അപ്രകാരമായിരുന്നു അമ്മച്ചി എന്നെ കരുതിയിരുന്നത്. മക്കളെക്കാൾ അധികം മരുമക്കളെ സ്നേഹിക്കാൻ അമ്മച്ചി ഓർത്തിരുന്നു, അപ്രകാരം ചെയ്തിരുന്നു. എൻ്റെ മാതാവ് അമേരിക്കയിൽ വരാൻ ശ്രമിച്ചു. മാതാവ് പിതാവ് കൂടെ മദ്രാസിൽ പോയി ഒരു ആക്സിഡൻറ്റിൽ എൻ്റെ മാതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഞങ്ങൾ മക്കളെല്ലാവരും ഇവിടെ തന്നെയായിരുന്നു. പിതാവ് തന്നെ ഭവനത്തിലായിരുന്നു. പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ അപ്പച്ചൻ അവിടെ കിടന്ന് തന്നെ ജീവിക്കുന്നു, അപ്പച്ചനെ നോക്കുന്ന ഒരാളുണ്ട്, അവർ ശരിക്കും നോക്കുന്നില്ല. മോനെ അപ്പച്ചനോട് പറ, വീട്ടിൽ വന്ന് താമസിക്കുക, ഞാൻ അപ്പച്ചനെ കാര്യമായിട്ട് നോക്കിക്കോളാം, അപ്പച്ചൻ ഒരു ഭാരവും ഉണ്ടാകത്തില്ല. ഞാൻ അമ്മച്ചോട് പറഞ്ഞു, അപ്പച്ചൻ വരത്തില്ല, വരുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞു. ഇനി അപ്രകാരം അമ്മച്ചി എങ്ങനെ ഇവിടെ ഇന്നലെ ഗ്ലാൻസൻ പറഞ്ഞു അപ്രകാരം ഏത് വിധം ഇന്നലെ ഒരു 10 മിനിറ്റ്സ് എടുത്ത് ഗ്ലാൻസൻ പറഞ്ഞു വളരെ ശ്രദ്ധിച്ചു വേണം. അതുപോലെ അമ്മച്ചിയിൽ സാഫല്യം ഉള്ള അമ്മച്ചിയാണ്. അതൊന്നും എനിക്കെടുത്ത് പറയേണ്ട കാര്യമില്ല. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് ഇവിടെ വരാൻ സാധിച്ചില്ല. എന്നാൽ പ്രിയ മാതാവ് ഇവിടെ വന്ന മക്കളും മരുമക്കളുമായിട്ട് കഴിഞ്ഞ 3.5 വർഷക്കാലം ജീവിക്കുവാൻ കർത്താവ് സഹായിച്ച ഒരു വലിയ ജീവിതത്തിലെ ഭാഗ്യമാണ്. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനതയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ എഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന നമ്മോരോരുത്തരും രൂപാന്തരത്തിട്ട് ക്രിസ്തുവിനോടുകൂടെ വിവാഹങ്ങൾ രൂപപ്പെടും. പ്രിയാമ്മച്ചിയെ നമുക്ക് അന്ന് കാണാം. ഈ പ്രത്യാശയിൽ നമുക്ക് ഓരോരുത്തരും ജീവിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർക്കും, പ്രത്യേകാല ഇത് പ്രിസൈഡ് ചെയ്യുന്ന പാസ്റ്റർ CC കുര്യാക്കോസിനും, എൻ്റെ സഹോദരന്മാർക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാവർക്കും വേഗമരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം ആദ്യമായി അറിയിച്ചു.